അച്ഛാ ദാ ചായ. ആ അച്ഛാ അത് കണ്ടോ, കാഞ്ചന ജോണിക്കൊട്ടീനെ കൊണ്ട് മുറ്റടിപ്പിക്കുന്നു. അയ്യയ്യേ നാണക്കേട്. ഞാൻ ഇന്നേ വരെ ബാലേട്ടനെ കൊണ്ട് മുറ്റടിപ്പിച്ചിട്ടുണ്ടോ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? അതാ പറഞ്ഞത്. എന്നാൽ ഇവളെ എവിടെ പോയി കിടക്കുക? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ ഇന്ന് കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാഞ്ചനനെ പുറത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ മോളോടൊരു കാര്യം പറഞ്ഞ അനുസരിക്കോ മോള്? അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മോള് പോയിട്ട് കാഞ്ചന എവിടെയാന്ന് ഒന്ന് നോക്കോ? അച്ഛാ, അമ്പിളിമാമനെ പിടിച്ചു തരാൻ പറഞ്ഞാ വേണമെങ്കിൽ ഞാൻ പിടിച്ചു തരാം. പക്ഷെ ഇതെന്റെ തല പോകുന്ന കേസാ. ബാലേട്ടനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. ബാലേട്ടന് അറിയാൻ പോകുന്നില്ല. ബാലൻ എങ്ങനെ അറിയാനാ? നീ പറഞ്ഞാലല്ലേ ബാലനറിയൂ. ചെല്ല്, മോളോടല്ലാതെ ഞാനിത് ആരോടാ പറയാ? മോള് പോയിട്ട് കാഞ്ചന എവിടെയാന്ന് ഒന്ന് നോക്ക്. ചെല്ല്. അച്ഛാ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. മോളൊന്ന് ചെന്ന് നോക്ക്. ഒരു പ്രയാസം ഉണ്ടാവില്ല. ചെല്ല്. ഇതെനിക്ക് പറ്റില്ല അച്ഛാ. മോളൊന്ന് പോയി നോക്ക്. അച്ഛനല്ലേ പറയുന്നത്. ചെല്ല്. അച്ഛാ, ഞാൻ പോയി നോക്കാം. എന്തെങ്കിലും ഉണ്ടായ എല്ലാം അച്ഛൻ തന്നെ ഏറ്റോണം. എല്ലാം ഞാൻ ഏറ്റു. മോള് ചെല്ല്. ചെല്ല്. ചെറിയ പെണ്ണേ, എന്തേനു? എന്തല്ല നല്ലത്. ചോറും കൂട്ടാനൊക്കെ ആയോ? അതൊക്കെ രാവിലെ ആയിക്ക്. എന്താ മീൻ കിട്ടിയേ? മത്തി. എനിക്ക് പിന്നെ മത്തിയൊന്നും നിങ്ങൾക്ക് എന്തെന്നാ കിട്ടിയേ? അയില. ഓ, പുളിയും മുളകിട്ട് കഴിഞ്ഞാൽ രണ്ടും കണക്ക് തന്നെയാ. കാഞ്ചന ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. രാവിലെ മുതലേ ഒരേ ഛർദിയാ. ആണോ? ലക്ഷണം കണ്ടിട്ട് വിശേഷാന്നാ തോന്നുന്നത്. ഇത്ര പെട്ടെന്നോ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്താ വിശേഷാവൂലേ? കൺഗ്രാറ്റുലേഷൻസ്. എനക്കെന്തിനാ കൺഗ്രാറ്റുലേഷൻ തരുന്നേ? വിശേഷാന്ന് പറഞ്ഞില്ലേ? അത് കാഞ്ചനക്കല്ലേ? ഇത് ഓക്കം കൊടുത്തേക്ക്. ഇവളെന്തിനാ തുള്ളിച്ചാടിപ്പോന്ന്? കാഞ്ചന ഗർഭിണിയാണ്. എനിക്കും ഗർഭിണിയാവണം. എന്ത് കുട്ടികളെ പോലെ അവനുണ്ടൊരു പെണ്ണ്, അതേപോലെ എനിക്ക് വേണം. അതൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പൊ തന്നെ ഗർഭിണിയായേ പറ്റുള്ളൂ. ഇപ്പഴാ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? വേണ്ട, അതിന് ഞാൻ വേറെ ആളെ വരുത്താം. ആയിക്കോട്ടെ. സീമേ, നീ അതിൽ കിടക്കുന്നുണ്ടേ. അതെ, കാഞ്ചന ഗർഭിണിയായാല് അച്ഛൻ അവളോടൊരു സിമ്പതി ഉണ്ടാവും. ആ സിമ്പതി കൊണ്ട് ഓളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. ജോണിക്കുട്ടി ഇവിടെ വരും. ഓൻ ഇവിടെ വന്ന നിങ്ങളെ സ്ഥാനം എന്താ? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ പിന്നൊരു വഴി? അതാ പറഞ്ഞ എനിക്ക് ഗർഭിണിയാവണോ? നാലേ, ജോണിക്കുട്ടിയും കാഞ്ചന ഇങ്ങോട്ട് വരൂല. നീ ഗർഭിണിയാണ്. ഇപ്പം മുതൽ നീ ഗർഭിണിയാണ്. അതെങ്ങനെയാ? പോത്തെ, ഇന്നു മുതൽ ഗർഭിണിയായിട്ട് അങ്ങോട്ട് അഭിനയിക്കാം. അഭിനയിക്കേ? അതെങ്ങനെ? എനിക്കറിയില്ല എങ്ങനെ അഭിനയിക്കാന്നൊന്നും. അത് സിമ്പിളാണ്. നീ ഇവിടെ വെറുതെ ഇരിക്കുമ്പോ അത് വേണം, ഇത് വേണം, മസാല വേണം, മാങ്ങ വേണം, അങ്ങനെ വയറൊക്കെ വെച്ച് കെട്ടേണ്ടി വരൂലേ? വയറൊക്കെ വെച്ച് കെട്ടത് ടാബ്ലോ സിനിമയൊന്നും അല്ലല്ലോ. ഇല്ല, ഇത് 1, 2, 3 മാസം. ഈ ഒരു 3 മാസം കൊണ്ട് വയറുണ്ടാവോ? അതില്ല. ഈ ഒരു 3 മാസം പിടിച്ചേക്ക്. അപ്പോഴേക്കും ബാലനൊരു കഥ ഉണ്ടാക്കും. ഈ നാട്ടിലെ മൊത്തം കഥ ഉണ്ടാക്കേണ്ട ബാലന്റെ അടുത്ത ഈ ഒരു കേസ്. പിന്നെ ഇപ്പം തന്നെ നീ ഗർഭിണിയായ വിവരം വീട്ടുകാരെ അറിയിക്കാം. എങ്ങനെ? ഞാൻ അച്ഛൻ്റെ അടുത്ത് വെറുതെ പോയിരിക്കും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ചായക്ക് വിളിക്കും. അപ്പൊ നീ ചായ കൊണ്ടുത്തരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ പോയിട്ട് ഒമിറ്റ് ചെയ്യാം. ചെയ്യൂലേ? ഓവറാക്കരുത്. അപ്പൊ ഞാൻ അവിടെ പോയിരിക്കും, വിളിക്കും, അവിടെ വരിക, ചായ തരിക, ഛർദിക്കാം. ചായ എടുക്കാം. ചായ എടുക്കാം. തലചുറ്റ അച്ഛാ, നമസ്കാരം. എന്താ, നിനക്ക് വല്ല പൈസേന്റെ ആവശ്യമുണ്ടോ? എന്താ അച്ഛാ? ഞാൻ വെറുതെ ഒന്നുമില്ല, അച്ഛനായിട്ട് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാന്ന് കരുതി. എന്ത് വിശേഷം? എന്താ എന്റെ വിശേഷം? എനിക്ക് നല്ല വിശേഷം. എന്താ അച്ഛന്റെ വിശേഷം? എനിക്ക് വേണ്ട വിശേഷമൊക്കെ നീ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താ അച്ഛാ ഭയങ്കര ഒരു ചായ കുടിച്ചാ? എനിക്ക് വേണ്ട. നിനക്ക് വേണേ എന്റെ അവളോട് പറ. അവളോട് പറഞ്ഞാൽ മോശമാവോ? എന്ത് മോശം? എന്റെ ഭാര്യയോടല്ലേ ഈ പറയാ? ഭാര്യയല്ലേ, എന്താ പ്രശ്നം? സീമ, ഒരു ചായ വരുമോ?
സീമ ഓ ഒരു ചായ കിട്ടുമോ? ആ, ആ, ദാ. ആ ചായ എടുത്തു വന്നിരുന്നോ? ആ. അയ്യോ ശരി നോക്കിയ അച്ഛാ കുടിച്ചോടോ. കുടിക്കാണ്. അയ്യോ 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 അച്ഛാ അച്ഛാ ഓള് ഛർദിച്ചച്ചാ. എന്തിനാടോ ഇനി നിന്റെ കൈ പിടിക്കുന്നത്? ഓളെ പുറം കൊടുക്കണോ? പോയിട്ട് ഉഞ്ഞു കൊടുക്ക. സീമ ഒന്നുമില്ല മോളെ, സാധാരണ ഇല്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല. ഗ്യാസിന്റെ ആയിക്കോടോ. ഇത് ഗ്യാസിന്റെ ഇങ്ങനെ ഗ്യാസിന്റെ ഉണ്ടാവും അച്ഛാ. ഈ ശബ്ദം ഗ്യാസിന്റെ അയ്യോ ഏത് ഛർദിയാന്ന് എനിക്ക് വേറെ അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട് അയ്യോ സീമ? കഴിഞ്ഞ ബാലേട്ടാ, സമാധാനായില്ലേ? കഴിഞ്ഞ മൊത്തം പോയാ ബാലേട്ടാ. നമ്മളെ അയ്യോ ഔ. അയ്യോ ബാലേട്ടാ, എനിക്ക് മസാല ദോശ വേണം. മസാല ആവശ്യം ഉം. മസാല ആവശ്യം ആ, മേടിക്കാം പിന്നെ മേടിക്കാം. ആ. പച്ച മാങ്ങയും വേണം. പച്ച മാങ്ങയാ? ഓ മേടിക്കാം. എനിക്ക് പുളിയുള്ളൊക്കെ തിന്നാൻ പുളിയില്ല പുളിയില്ല. എന്താടോ മസാല ദോശ ഏ? മസാല ദോശ വേണം. വാങ്ങി കൊടുക്കണോ മസാല ദോശ? അച്ഛാ ഉം. അച്ഛനാവും പോകുന്നത്. ഞാൻ അച്ഛനാവും പോകുന്നത്. ഏ? ഗർഭുണ്ട്. ഉറപ്പാ? അതല്ലേ മസാല ദോശ വെച്ച കേട്ടില്ലേ? അച്ഛന് മുമ്പ് തന്നെ ചോദിച്ചാൽ കളത്തരം പറയോ? ഇപ്പൊ ചോദിച്ചില്ലേ മസാല ദോശ എന്ന്? വെറുതെ തോന്നു. എന്തായി മോനെ, ഡോക്ടർ എന്ത് പറഞ്ഞേ? അതൊന്നുമില്ല, ഇന്നലെ കഴിച്ചതെന്തോ വയറ്റിന് പിടിക്കാത്ത ഒരു അതെയാ? പ്രശ്നമാണ്. വാ മോളെ. വിചാരിച്ച പോലെ ഒന്നും ഇല്ല. മോളെ ഇത് പണ്ടത്തെ കാലം തന്നെ, ന്യൂ ജനറേഷനാ. നിങ്ങളെ പൈസ ഓ തരാൻ ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ. അതല്ലോ ഞങ്ങക്ക് മാങ്ങൊന്നും പൂതിണ്ടോ? മാങ്ങ പോടാ അവിടുന്ന് കിട്ടും. എന്നോട് കൊറേ നേരമായി ഞാൻ പറയുന്നത്. മിണ്ടല്ലടാ. ഹലോ ഇവന് തന്നെ എന്താ ഇവിടെ? എന്താ ഇവിടെ? എന്താ ഇവിടെയോ? അല്ല, ഇവൻ വെറുതെ കിടന്നും കാഞ്ഞിട്ട് ഇങ്ങനെ. എന്തായി മോനെ? അവിടെ കാഞ്ചനയ്ക്ക് വിശേഷമൊന്നുമില്ല. ഫുഡ് പോയ്സണാ. ആണോ? ഇനി വിഷമിക്കണ്ടടാ, അതെല്ലാം അങ്ങ് ശരിയാവും. ഇനി എത്ര സമയം കിടക്കുന്നത്? എന്നാ ഇവിടെ വിശേഷല്ല. വിശേഷല്ലേ? ഇവിടെ വിശേഷല്ല. നിങ്ങൾ പോയിക്കോളി. ജിതെന്തൊക്കെയാടാ പറയുന്നത്? ഇവിടെ വിശേഷല്ല, അവിടെ വിശേഷമില്ലെങ്കിൽ ഇവിടെ വിശേഷല്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി. പോയിക്കോളി. ഈ അതിലെ വരുമല്ലോ, അണക്കൾ അവിടുന്ന് തരട്ടോ. മോളെ കൊണ്ടട്ടോ. കൊറേ കയറ്റാൻ കൊള്ളാത്തോനവനൊക്കെ. ഓ പോയിക്കോളൂ. ഇത് എന്ത് നോക്കിട്ട് അങ്ങോട്ട് നട. അതിന് തള്ളിയിരുന്ന പോയിക്കോ. പോട്ടെ പോട്ടെ. വിശേഷം അറിയാൻ വന്നിക്ക് എല്ലാം 5-6 മാങ്ങ. വെറുതെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി കാഞ്ഞിട്ട് ആള്. ഞാനിത് കല്യാണത്തിന് പോകുമ്പോ ഇടാൻ വെച്ച ചുരിദാറേനു. വെറുതെ ഇത് അല്ല, വേസ്റ്റ്. ഇത് അറിഞ്ഞിട്ട് വന്നോന്നല്ലോ. ഈ പാഞ്ഞിങ്ങ് പോന്നല്ലേ? എന്നാ പിന്നെ എനിക്ക് അങ്ങോട്ട് പോയാ പോരെ? ഞാൻ നിങ്ങളെ കോട് കണ്ടിട്ട് ഓടി വന്നതല്ലേ. ഇല്ല പിന്നെ പാഞ്ഞിങ്ങ് പോന്നും കാഞ്ഞിട്ട്. എന്റെ വീട് ഇങ്ങോട്ടല്ലല്ലോ പഠിച്ചോലെ, ഞാൻ ഇങ്ങോട്ടല്ലേ. എന്റെ ഭാര്യക്ക് വിശേഷമില്ല എന്ന് പറയാൻ നീ ആരടാ? വിശേഷല്ല. എന്റെ ഭാര്യക്ക് വിശേഷമില്ല നീ ആരടാ പറയാ? അതേ ബാലേട്ട, നിങ്ങൾ വെറുതെ മസിൽ പിടിക്കേണ്ട. 9 മാസം കഴിഞ്ഞ് എങ്ങനെ പ്രസവിക്കോ? ആ വിശേഷമില്ല. എന്തേ